കാലവർഷം കടുത്തിട്ടും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല ഫുൾ ഓണാണ്. പ്രതികൂല കാലാവസ്ഥ അവഗണിച്ചും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം സന്ദർശകരുടെ തിരക്ക് കൂടുകയാണ്. വിദേശികളോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരോ അല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി പ്രയോജനപ്പെടുത്തുന്ന തദ്ദേശീയരായ വനിതകളാണ് ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. അയൽക്കൂട്ടങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഓഫീസുകളിലെ വനിതാ കൂട്ടായ്മകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രകൾ പ്ലാൻ ചെയ്യുന്നത്. യാത്ര സൗജന്യമായതിനാൽ ജോലിക്ക് അവധി നൽകി പോലും പലരും നാട് കാണാൻ ഇറങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാരുടെ എണ്ണം അനിയന്ത്രിതമായി കൂടിയതോടെ പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്കുള്ള സൗജന്യ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം പരമാവധി 50 നിജപ്പെടുത്തിയിട്ടുണ്ട്. 1-2 ബസ്സുകൾ മാറിക്കയറിപ്പോലും സമീപ ജില്ലകളിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വനിതകൾ എത്തുന്നുണ്ട്. അടിമാലി KSRTC അധികൃതർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം മൂന്നാറിലേക്ക് പോകുന്ന വനിതാ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ കുടുംബസമേതം എത്തുന്നവരാണ് കൂടുതലെങ്കിൽ മറ്റ് പ്രവൃത്തി ദിവസങ്ങളിലും KSRTC ബസ്സുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രിയദർശിനി പദ്ധതി ജനപ്രീതി നേടിയതോടെ ടൂറിസം റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിൽ വൻ തിരക്കാണെങ്കിലും ഇത് പ്രാദേശിക യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം ഈ റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ തീരെ കുറഞ്ഞത് ആ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മറുവശത്ത് ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾ പെരുകുന്നുണ്ടെങ്കിലും തദ്ദേശീയരായ കച്ചവടക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. വനിതാ യാത്രക്കാരുടെ സംഘങ്ങൾ പലപ്പോഴും വീടുകളിൽ നിന്ന് ഭക്ഷണവുമായാണ് എത്തുന്നത്. അതിനാൽ ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിലോ റെസ്റ്റോറന്റുകളിലോ കാര്യമായ ബിസിനസ് വർധനവുണ്ടാകുന്നില്ല. വിദേശികളും ഉത്തരേന്ത്യൻ സഞ്ചാരികളും എത്തുമ്പോഴാണ് സാധാരണയായി ടൂറിസം മേഖലയിൽ കൂടുതൽ പണം ഇറക്കാറുള്ളത്. എന്നാൽ നിലവിലെ തദ്ദേശീയ സഞ്ചാരികൾ കാര്യമായി പണം ചെലവഴിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് മൺസൂൺ കാലത്തും ടൂറിസം കേന്ദ്രങ്ങൾ സജീവമായി നിലനിൽക്കുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ.